അപ്പോൾ നിയമപരമായി എല്ലാ ലൈസൻസുകളും എടുത്ത് കച്ചവടം ചെയ്യുന്നവരെ പീഡിപ്പിച്ച് ഭീമമായ പിഴ ചുമത്തിൽ നിന്ന് നഗരസഭ പിന്മാറി ഈ അനധികൃത വ്യാപാരങ്ങളെ നഗരങ്ങളിൽ നിന്നും പാടെ ഒഴിവാക്കണം. പെരിന്തൽമണ്ണയിലെ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പല സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഓടയിലേക്ക് മാലിന്യം തള്ളുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഒരു പരാതി ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഡിഎംഒയ്ക്കും പിന്നെ പെരിന്തൽമണ്ണ നഗരസഭാ സെക്രട്ടറിക്കും ഉടൻ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചിരുന്നു. അപ്പൊ ഇന്ന് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടപ്പോൾ ചാലട്ടലിനോട് സെക്രട്ടറി പറഞ്ഞത് എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ഈ നഗരത്തിലെ അംഗീകാരത്തോടെയും അംഗീകാരമില്ലാതെയും പ്രവർത്തിക്കുന്ന ഏത് സ്ഥാപനം എല്ലായിടത്തും പരിശോധന ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മർച്ചന്റ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് PTS മോസു ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ. അപ്പോൾ നഗരസഭാ സെക്രട്ടറി ആദ്യം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, എല്ലാവരും സ്വീകരിക്കേണ്ട കാര്യങ്ങളെല്ലാം. താങ്കൾക്ക് എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? വഴിവാണിഭം പെരിന്തൽമണ്ണയിൽ വളരെ രൂക്ഷമായി അധികരിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ തന്നെ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കാരണം യാതൊരു വൃത്തിയില്ലാത്ത വെള്ളങ്ങൾ, അതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നഗരവും പരിസരവും മാലിന്യമാക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ പെരിന്തൽമണ്ണ നമുക്കറിയാം ഫുഡങ്ങാടിയാണ്. മലപ്പുറം ജില്ലയുടെ പാലക്കാട് ജില്ലയുടെ ഫാമിലികളൊക്കെ വന്ന് വൈകുന്നേരങ്ങളിൽ എല്ലാം ഭക്ഷണം കഴിച്ച് വളരെ സംതൃപ്തിയോടെ പോകുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്പോൾ എല്ലാ റോഡുകളിലും ഈ വഴിപാണികൾ, പ്രത്യേകിച്ച് ഈ ഫുഡുമായി ബന്ധപ്പെട്ട യാതൊരു ലൈസൻസുകളും ഇല്ലാതെ യഥേഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ പേരിൽ നഗരസഭ കർശന നടപടി സ്വീകരിക്കണം. അതോടൊപ്പം നിയമപരമായി കച്ചവടം ചെയ്യുന്ന വ്യാപാരികളുടെ പരിശോധനയിൽ നമുക്കറിയാം, ഇവിടെ പെരിന്തൽമണ്ണയിലെ പ്രത്യേകിച്ചും ഈ ഫുഡുമായി ബന്ധപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തന്നെ ഒരുപാട് കാലത്തെ പഴക്കമുള്ള പഴയ സ്ഥാപനങ്ങളാണ്. അപ്പോൾ പുതിയ നിയമപ്രകാരമുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകളൊക്കെ തയ്യാറാക്കാൻ അവർക്ക് സമയങ്ങൾ വേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഒരു സമയങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കണം. കാരണം വ്യാപാരികൾ വളരെയേറെ പ്രയാസം പ്രതിസന്ധിയിലും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നിയമപരമായി എല്ലാ ലൈസൻസുകളും എടുത്ത് കച്ചവടം ചെയ്യുന്നവരെ പീഡിപ്പിച്ച് ഭീമമായ പിഴ ചുമത്തിൽ നിന്ന് നഗരസഭ പിന്മാറി ഈ അനധികൃത വ്യാപാരങ്ങളെ നഗരങ്ങളിൽ നിന്നും പാടെ ഒഴിവാക്കണമെന്നാണ് മർച്ചന്റ് അസോസിയേഷന്റെ അഭിപ്രായം. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ജനങ്ങളുടെ ആരോഗ്യം വളരെ പ്രധാനമാണ്. ഇതിപ്പോ അംഗീകാരമില്ലാത്തവയായാലും അംഗീകാരമുള്ള സ്ഥാപനങ്ങളായാലും ഇപ്പോൾ പല കാര്യങ്ങളും നഗരസഭ സെക്രട്ടറി എടുത്തു പറഞ്ഞിട്ടുണ്ട്. മത്സ്യ വ്യാപാര സ്ഥാപനങ്ങൾ, പിന്നെ അതുപോലെ മാംസ വ്യാപാര സ്ഥാപനങ്ങൾ, പച്ചക്കറി കടകളായാലും വേറെ ഏത് വ്യാപാര സ്ഥാപനങ്ങളായാലും ഇവിടെയെല്ലാം പരിശോധന നടത്തുന്നത് അത് കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പോകുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ മാനദണ്ഡങ്ങൾ, ഇപ്പൊ ഈ ഓടയിലേക്ക് മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഈ ഓടയിൽ മാലിന്യം ഒഴുക്കുന്നതോടുകൂടി ഈ എന്താ പറയാ, നമ്മുടെ ജലസ്രോതസ്സുകളിലേക്കാണ് ഈ മാലിന്യം ചെന്ന് ചാടുന്നത്. അപ്പൊ അതൊക്കെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതിന് നടപടി ഉണ്ടാകണം എന്ന് തന്നെയല്ലേ താങ്കളുടെ അഭിപ്രായം? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. കാരണം ഇവിടെ നിയമപരമായി കച്ചവടം ചെയ്യുന്നവരും നിയമം അനുസരിക്കാതെ കച്ചവടം ചെയ്യുന്ന രണ്ട് വിഭാഗങ്ങളുണ്ട്. നിയമപരമായി കച്ചവടം ചെയ്യുന്നവരിൽ ചില വീഴ്ചകൾ ചിലപ്പോൾ ഉണ്ടായിക്കാം. പക്ഷെ അതിനെ ശരിയാക്കി എടുക്കാനുള്ള ഒരു സമയപരിധി അവർക്ക് നൽകണം. പ്രത്യേകിച്ചും പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച്, നഗരസഭയുടെ പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആ സൗകര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടി ആ സ്ഥാപനത്തിനുള്ള അവസരം കൊടുക്കണം. അപ്പൊ തുടക്കത്തിൽ തന്നെ ഭീമമായ പരിശോധനയും അതുപോലെ ഭീമമായ ഫൈനും ഇടുന്നത് ശരിയല്ല. അത്തരം സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി ഇത്ര ദിവസത്തിന്റെ ഉള്ളിൽ നഗരസഭ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനം ഒരുക്കുവാനുള്ള സമയം അനുവദിച്ചു കൊടുക്കണം എന്നാണ് മർച്ചന്റ് അസോസിയേഷൻ അഭ്യർത്ഥിക്കുന്നത്. അപ്പൊ അവര് സമയം ഒരുപക്ഷെ നഗരസഭ സെക്രട്ടറി അത് വന്ന് സമയം അനുവദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ആ അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്ന ഒരു ഉറപ്പ് കൂടി പൊതുജനങ്ങൾക്ക് വേണ്ടി. അല്ല, അത് തീർച്ചയായും അതിന് സമയം അനുവദിച്ചു കഴിഞ്ഞാൽ ആ വ്യാപാരികളോട് ഞങ്ങൾ നിർദ്ദേശിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാം. കാരണം പൊതുജനങ്ങളുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും പെട്ടതാണല്ലോ അത്. പ്രത്യേകിച്ചും പെരിന്തൽമണ്ണയിൽ നല്ല രീതിയിൽ ഫുഡങ്ങാടി എന്നുള്ള പേരിൽ പല ഭാഗത്തുനിന്നും വൈകുന്നേരങ്ങളിൽ കുടുംബസമേതം വന്ന് ഭക്ഷണം കഴിക്കുന്നത്, അതിന്റെ ക്വാളിറ്റിയും അതിന്റെ നിലവാരമൊക്കെ അവര് യഥേഷ്ടം ഉണ്ടായിട്ടുകൊണ്ടാണ് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്ന് വിഭിന്നമായി പെരിന്തൽമണ്ണയിലേക്ക് കുടുംബസമേതം ജനങ്ങൾ ഒഴുകിയെത്തുന്നത്. അപ്പൊ അവർക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം, നല്ല വെള്ളം ഉപയോഗിച്ചിട്ട്, നല്ല ഫുഡ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുവാൻ വ്യാപാരികൾ തയ്യാറാണ്. അതിനുള്ള എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ ബദൽ സംവിധാനം ഒരുക്കാനുള്ള ഒരു സമയം നഗരസഭ അനുവദിക്കണം. മർച്ചന്റ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് PTS മോസു, അതുപോലെ ട്രഷറർ ലത്തീഫ് ടാലന്റ് രണ്ടുപേരും ഉണ്ട്. അപ്പൊ ഏതായാലും ഒരു കുറച്ച് സാവകാശം നൽകണമെന്നാണ് മർച്ചന്റ്സ് അസോസിയേഷൻ ഇക്കാര്യത്തിൽ
നഗരസഭ അധികൃതരോട് പറയാനുള്ളത് പെട്ടെന്ന് എടുത്ത് അനധികൃത സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് കർശനമായി പരിശോധന നടത്തി എത്രയും പെട്ടെന്ന്, കാരണം വലിയ ലക്ഷങ്ങൾ മുടക്കി വാടക കൊടുത്ത് സ്ഥാപനങ്ങൾ തുടങ്ങുന്ന പല ആളുകളും, പല സ്ഥാപനങ്ങളും, പല വ്യാപാരികളും വലിയ പ്രതിസന്ധിയിലാണ്. ആ സ്ഥാപനത്തിന്റെ ഫ്രണ്ടിൽ തന്നെ അവരും അരി മേടിക്കാനാണെന്നൊക്കെ പറയുമ്പോഴും ഈ സ്ഥാപനത്തിൽ കച്ചവടം ഇല്ലെങ്കിൽ പിന്നെ വ്യാപാരിക്ക് നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇക്കാര്യത്തിലും കർശന നടപടി ഉണ്ടാകണമെന്ന് PTS മൂസ് പറയുന്നുണ്ട്. മാത്രമല്ല, പരിശോധന അംഗീകാരമുള്ള സ്ഥാപനങ്ങളിലാണെങ്കിൽ കുറച്ച് സാവകാശം നൽകണം, പല കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലും കൂടി ഒന്ന് ശ്രദ്ധ വേണമെന്ന് PTS മൂസ് പറയുന്നു. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ഞങ്ങൾക്കും അക്കാര്യത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്, അക്കാര്യത്തിൽ കൂടി ഒരു നടപടി എടുക്കുന്നതിന് മുമ്പ് അവരുടെ പ്രതിസന്ധിയും പ്രയാസങ്ങളും മനസ്സിലാക്കാൻ കൂടി അധികൃതർ തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ക്യാമറമാൻ പുജേരി സാദിഖിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. എന്താണ് ഈ പറയുന്നത്? പതിവ് പോലെ ഇന്നും പോയി സാറിന്റെ ശബ്ദം. സാറ് ആശുപത്രി വരെ തൊണ്ട ഒന്ന് ശരിയാക്കിട്ട് പോ, എന്നിട്ട് പോരെ തൊണ്ടി മുതൽ. ശബ്ദം തിരിച്ചു പിടിക്കാം, ഒപ്പം ആത്മവിശ്വാസവും. അസന്റ് ENT ഹോസ്പിറ്റൽ.